കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് അപരിഷ്കൃത രോഗത്തിന് ചേർന്നതാണ്, പരിഷ്കൃത രോഗത്തിന് പിന്നോട്ടടിപ്പിക്കുന്നതാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആൾ ഒരു വേള ഒന്നുകൂടി വിശകലനമായി സൂക്ഷ്മമായി പഠിച്ചാൽ ഒരുപക്ഷെ തൗഹീദിൽ നിന്ന് പോലും പുറത്തു പോകാനുള്ള പരാമർശമാണ് MSFന്റെ പ്രസിഡന്റിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനറുടെ നേതൃത്വത്തിലുണ്ടായത്. ഞാൻ ഓർത്തു പോകുന്നു, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനർ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, മുൻ MSFന്റെ പ്രസിഡന്റ്. ഞാനിവിടെ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ ദീനിന്റെ കാര്യം പറയുന്ന ആളുകളെ അവർ കൊള്ളരുതാത്തവരെന്നും വിവരമില്ലാത്തവരെന്നും പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത ദീനിനെത്തിവയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഈ MSFന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനറായ ഫിറോസ്, ഞാൻ ഓർത്തു പോകുന്നു, ഇക്കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഡൽഹിയിൽ ഒരു പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ടത്. ആ ഡൽഹിയിലെ പെൺകുട്ടി ബസ്സിൽ വെച്ചുകൊണ്ട് മാനഭംഗം ചെയ്യപ്പെട്ടു. അങ്ങനെ ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കോഴിക്കോട് വിപുലമായൊരു സെമിനാർ നടക്കുകയുണ്ടായി. MES എന്ന് പറയുന്ന സംഘടനയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫസൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചിരുന്നത്. ആ സെമിനാറിൽ ഈ വിനീതനം ഒരു പ്രഭാഷകനായിരുന്നു. ആ സെമിനാറിൽ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിലെ അഖിലേന്ത്യാ കൺവീനറായ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി. അന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ബൽറാം MLA പങ്കെടുത്തിരുന്നു. ഫസൽ ഗഫൂർ ആയിരുന്ന വിഷയാവതരണം. ഈ വിനീതൻ അതിൽ ഒരു പ്രഭാഷകനായിട്ടുണ്ടായിരുന്നു. ഫിറോസിന്റെ പ്രഭാഷണത്തിൽ ഫിറോസ് പറഞ്ഞു, ഇത് പുതിയ വാദമല്ല, ഇത് നമ്മൾ വളരാൻ അനുവദിച്ചുകൂടാ. ഫിറോസ് ഇന്ന് ശരീരത്തിനെതിരെ പറഞ്ഞ ഫിറോസ് അന്ന് ആ പെൺകുട്ടിയുടെ ബലാത്സംഗ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നടന്ന സെമിനാറിൽ വെച്ചുകൊണ്ട് പരസ്യമായി ഫിറോസ് പറഞ്ഞു, ആൺ പെൺ വ്യത്യാസം പാടില്ല, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം പാടില്ല, കമ്പാർട്ട്മെന്റായി തിരിക്കാൻ പാടില്ല. ഇവിടുത്തെ പൗരോഹിത്യം ഉണ്ടാക്കിയതാണ് ഈ കമ്പാർട്ട്മെന്റ്. ആണും പെണ്ണും എന്ന വ്യത്യാസം ഉണ്ടാക്കിയത് പൗരോഹിത്യമാണ്. അങ്ങനെ ഒരു പൗരോഹിത്യം ഉണ്ടാക്കിയത് ശരിയായ സമീപനമല്ല. ആണും പെണ്ണും വേർതിരിക്കുന്നത് ഇടകലർന്ന് ജീവിക്കാൻ അവസരമുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു പെണ്ണ് നട റോഡിൽ കണ്ടാൽ ആരും നോക്കാറില്ല, കാരണം ഇഷ്ടം പോലെ ഇത് കാണുന്നുണ്ട്, അതായത് ആ പൂതി അങ്ങ് തീർന്നു പോകും. ഇവിടെ നമ്മളിത് മറച്ചു വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ പ്രയാസം ഉണ്ടാകുന്നത്. ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കട്ടെ. എന്നിട്ട് ഫിറോസ് പറഞ്ഞു, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഹോസ്റ്റൽ മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും. ആ ഒരു സാഹചര്യം നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകണം. ആ ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നാൽ ഇത്തരത്തിലുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ വൈകാരികമായ എടുത്തുചാട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഇഷ്ടം പോലെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ഇതേപോലെ ഞാനത് കേട്ടപ്പോ അതിനുശേഷമാണ് എന്റെ പ്രസംഗം. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മുസ്ലിം രാഷ്ട്രീയ രംഗത്തുള്ള വ്യക്തിയാ പറയുന്നത്, ഒരു മുസ്ലിം നേതാവാ പറയുന്നത്, ആണും പെണ്ണും ഒരു റൂമിൽ ഒന്നിച്ച് കിടക്കണം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, അലിഗഡ്, ഡൽഹിയിൽ അങ്ങനെയാണത്രേ. ഞാൻ പിന്നെ സൂക്ഷ്മമായി പഠിച്ചപ്പോ ഏറെക്കുറെ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമത്രേ. ആണും പെണ്ണും കമ്പാർട്ട്മെന്റായി തിരിക്കാൻ പാടില്ല, ഇടകലർന്ന് ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാവും. എനിക്ക് അവസരം കിട്ടിയപ്പോ, ഫിറോസ് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവസരം കിട്ടിയപ്പോ ഞാൻ ഫിറോസിനോട് പറഞ്ഞു, മിസ്റ്റർ ഫിറോസ്, ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യമായി ആ മുസ്ലിം എന്നങ്ങ് വെട്ടിക്കാർ എന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ താമസിക്കണം എന്ന് ശരീരത്തിനെതിരാണ്, വിശുദ്ധ ഇസ്ലാമിനെതിരാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ആ ദൗത്യം നിർവഹിച്ച പ്രസ്ഥാനമാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് എമ്പാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് അങ്ങിരിക്കുന്നത് പ്രസ്ഥാനത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് മുസ്ലിം ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം എന്ന പേര് വെട്ടിക്കളയണം, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നുകൊണ്ട് സമുദായത്തിന് മാനം കാക്കണമെന്ന് ഞാൻ അവർ സൂചിപ്പിക്കേണ്ടത്. ഞാൻ മറ്റൊരു ഫിറോസിനോട്, തന്റെ മകളെ, ഫിറോസിന്റെ മകളുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഇതേപോലെ ഒരു റൂമിൽ അന്യത്തോടൊപ്പം കിടക്കാൻ നിങ്ങൾ വിടുവോ? സ്വന്തം പെങ്ങളെ വിടുവോ? വിടൂല. വിടാൻ കഴിയുമോ? എന്നിട്ട് വലിയ ഗീർവാണ പ്രസംഗം നടത്തിയ ഇപ്പോ പണ്ഡിതന്മാർക്കൊന്നും വിവരമല്ല, അവരൊന്ന് കൊള്ളയില്ലാത്തവരാണ്, അവരൊന്ന് മോശക്കാരാണ് എന്ന് വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് മുസ്ലിം ലീഗിന്റെ നയമല്ല. മുസ്ലിം ലീഗിന്റെ നേതൃത്വം നമുക്കറിയാം. നമ്മുടെ മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണ സമിതിയുടെ തലപ്പത്തുള്ളത് ബഹുമാന്യനായ MC മൈനാജിയ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, ബഹുമാനോട് ആയുധ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളുടെ മുഴുവനും അറിഞ്ഞുകൊണ്ട് നമുക്കുള്ള ജമിയത്തുലമയുടെ പക്ഷത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. പക്ഷേ തല തിരിഞ്ഞ തെറിച്ചുപോയ ഒന്നോ രണ്ടോ ആളുകളുടെ ചില ജൽപ്പനങ്ങളായി മാത്രമേ അവർ കാണാൻ പറ്റൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ആളുകൾ ദീനിന്റെ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് വരുന്നതിനെ തൊട്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ സമുദായം കാണേണ്ടതുണ്ട്. കാരണം ഇത്തരക്കാരെത്തിയാൽ ദീൻ ഇവിടെ പിച്ചു ചീന്തപ്പെടും, പരിശുദ്ധ ശരീരത്ത് പിച്ചു ചീന്തപ്പെടും. ഇസ്ലാമികമായി ജീവിക്കാൻ നമ്മുടെ അവകാശം രാജ്യം അനുവദിച്ചു തരുമ്പോൾ
അത് പാടില്ലെന്ന് പറയുമ്പോൾ അത് എന്താണ് ഇതിന് കുഴപ്പം? ഇന്നലെ എഴുതിയ ലേഖനത്തിൽ ചന്ദ്രികയിൽ ലേഖനമുണ്ട്, CB അഷ്റഫലിയുടെ ലേഖനം. ആ ലേഖനത്തിൽ എന്താ പറയുന്നത്? ഇതൊരു മതേതര രാജ്യമല്ലേ, ആ മതേതര രാജ്യത്തിന്റെ നിയമം നമ്മളൊക്കെ അനുസരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അവകാശം തരുന്നുണ്ട്. 25, 29 വകുപ്പുകൾ നമ്മുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവകാശം നൽകുന്നുണ്ട്. 25, 29 വകുപ്പുകൾ. 1937 മുസ്ലിം വ്യക്തി നിയമം, ആ മുസ്ലിം വ്യക്തി നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിവാഹമോചനം, സ്വത്ത്, അനന്തരാവകാശം, വഖഫ് തുടങ്ങിയ കാര്യങ്ങളിൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെന്റ് നടത്തേണ്ടത് എന്ന് കൃത്യമായി കോടതി വിധികളുണ്ട്. അത് ഇവരാരും അനുവദിക്കേണ്ട ഔദാര്യമല്ല, ഇവിടുത്തെ ഭരണകൂടം അനുവദിക്കേണ്ട ഔദാര്യമല്ല. ഭരണഘടന തയ്യാറാക്കിയവർ അനുവദിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള മാർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് അപരിഷ്കൃത രോഗത്തിന് ചേർന്നതാണ്. പരിഷ്കൃത രോഗത്തിന് ചേരാൻ